വിശുദ്ധമായ റമദാൻ മാസത്തിലാണ് മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ ഡ്യൂറൻറ്റ് ലൈനിന് ഇരുവശത്തുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് പാക് എയർക്രാഫ്റ്റ് കാബൂളിന് മീതെ അതുപോലെ കാണ്ഡഹാറിന് മീതെ വന്നിട്ട് വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ആയുധപ്പുരകൾക്കുമൊക്കെയാണ് നാശനഷ്ടം ഉണ്ടാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ, AP-യും റൂട്ടേഴ്സും ഒക്കെ പറയുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ ഇതിൽ ജീവഹാനി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിന് വ്യക്തമാകാൻ സമയങ്ങൾ കൂടെ അവിടെ നിന്നുള്ള വാർത്തകൾ വരാൻ സമയം കുറേ എടുക്കുമെന്നാണ് നമുക്ക് ലേറ്റസ്റ്റിൽ ഇപ്പോൾ ആ 2 നഗരങ്ങൾ 3 നഗരങ്ങൾ ഈ 2 നഗരങ്ങൾ ഉൾപ്പെടെ കാണ്ഡഹാറും കാബൂളും ഉൾപ്പെടെ 3 നഗരങ്ങൾ നശിപ്പിച്ചതായിട്ടാണ് പറയുന്നത്. ഇതെല്ലാം നടക്കുന്നത് അവരുടെ പുണ്യ ദിവസമായ വെള്ളിയാഴ്ചകളിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പാകിസ്ഥാന് നേരെ ഈ താലിബാൻ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് ഈ വെള്ളിയാഴ്ച ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസാവഹമായിട്ടുള്ള കാര്യം. അങ്ങനെ അയൽപ്പക്കക്കാരായിട്ടിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ ഒന്നിച്ചിരുന്ന 2 രാജ്യങ്ങൾ ഭിന്നിച്ച് ഇന്ന് യുദ്ധം ചെയ്യുന്ന ഒരു കാലത്തിൻ്റെ കാവ്യനീതിയാണ് ഇപ്പോൾ നമ്മൾ ഈ പുണ്യമാസത്തിൽ, വിശുദ്ധ മാസത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് താലിബാനെ അധികാരത്തിലേറ്റാൻ വേണ്ടി എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമായിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ താലിബാനും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിൽ കണ്ടാൽ കടിച്ചു കീറുന്നത്ര വലിയ ശത്രുതയിലേക്ക് മാറി. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് താലിബാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഈ പാകിസ്ഥാന്റെ അതിർത്തിയിൽ വലിയ ആക്രമണമാണ് നടത്തുന്നത്. 55 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. 8 സൈനിക പോസ്റ്റുകൾ ഇപ്പോൾ ഇവർ ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. 2 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. എന്ന് പറഞ്ഞാൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ അഫ്ഗാനിസ്ഥാനിന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനിന് നേരെ ഉണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല ഡ്യൂറൻ ലൈനിന്റെ അടുത്ത് വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു. കാരണം ഈ ഡ്യൂറൻ ലൈൻ സംബന്ധിച്ചാണല്ലോ കാലാകാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഖ്വാജ ആസിഫ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു, പാകിസ്ഥാനെതിരെ അഫ്ഗാന്റെ ആക്രമണങ്ങൾ കൂടിക്കൂടി വന്നാൽ ഞങ്ങൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും, ഞങ്ങളുടെ ആക്രമണം അവർക്ക് താങ്ങാൻ കഴിയില്ല. ഇതിന് പ്രധാന കാരണം പാകിസ്ഥാന് ശക്തമായ ഒരു വ്യോമസേനയുണ്ട്, അഫ്ഗാനിസ്ഥാന് വ്യോമസേനയില്ല. അതുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 4 മണി എന്നൊക്കെ പറയാവുന്ന സമയത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ കാബൂളിന്റെ മുകളിലും അതുപോലെ തന്നെ കാണ്ഡഹാറിന്റെ മുകളിലും പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങൾ താഴ്ന്നു പറന്നു. അവിടെ വലിയ സ്ഫോടന ശബ്ദം കേട്ടു. ഏതാണ്ട് 20-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. അതായത് പാകിസ്ഥാന് നേരെ താലിബാൻ നടത്തിയ ആക്രമണത്തിന് ഏതാണ്ട് അതേ നാണയത്തിൽ തന്നെ പാകിസ്ഥാൻ തിരിച്ചടിയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കുള്ളൊരു സംശയം, എങ്ങനെയാണ് ഈ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം പാകിസ്ഥാന് നേരെ പിടിച്ചു നിൽക്കുന്നത്? അതായത് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം വിചാരിച്ചിട്ട് താലിബാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവിടെ കുന്നും മലയും ഒക്കെയുള്ള ദുർഘടമായ മേഖലയിൽ യുദ്ധം ചെയ്ത് പരിചയമുള്ളവരാണ് താലിബാൻ. അവരുമായിട്ട് അമേരിക്കൻ സൈന്യവുമായിട്ട് കിടപിടിക്കുന്ന രീതിയിൽ മത്സരിച്ചിട്ട് അവസാനം അമേരിക്കൻ സേനയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. അവരുടെ ആയുധങ്ങളും ടാങ്കുകളും ഒക്കെയാണ് ഇപ്പോഴും അഫ്ഗാനിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാന് ബാഹ്യമായ ഏതെങ്കിലും രാജ്യത്തിന്റെ സഹായം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അടിയുറപ്പാണ്. ഇവിടെ ഈ പറയുന്ന ഖൈബർ പഖ്തൂൺഖ മേഖല, അവിടെ തെഹരിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടന വളരെ ശക്തമാണ്. തെഹരിക്കെ താലിബാൻ ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നത്, അവർക്ക് വേണ്ട ട്രെയിനിങ് നൽകുന്നത്, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതൊക്കെ തന്നെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എവിടെ നിന്നോ സഹായം കിട്ടുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഔദ്യോഗികമായിട്ട് താലിബാനെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ താലിബാൻ ഭരണകൂടവുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. ലോക രാജ്യങ്ങളൊന്നും താലിബാനെ അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ താലിബാൻ നേരിട്ടൊരു യുദ്ധത്തിൽ വന്ന് ഇടപെടുക അതത്ര എളുപ്പമല്ല. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. പാകിസ്ഥാനെ സംബന്ധിച്ചോ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന രാജ്യം, ക്രമസമാധാന മേഖലയിൽ തകർന്നു. ഈ സമയത്ത് അവർ വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് അല്ലെ യുദ്ധത്തിലേക്ക് പോകുന്നത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ കുഴപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന അയൽ രാജ്യം ഈ പറയുന്ന ബോർഡറിലൊക്കെ വന്ന് ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന് പ്രതികരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഖ്വാജ ആസിഫ് പറയുന്നത് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്, ഒരു സംഘർഷാവസ്ഥയിൽ നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ട് ഏഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാണ്. കാരണം നമ്മൾ അനുകൂലമായിട്ട് ഈ താലിബാൻ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. പക്ഷേ താലിബാന്റെ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഭക്ഷണമായിട്ടും മരുന്നായിട്ടും വെള്ളമായിട്ടും ഒക്കെ സഹായം കൊടുക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ആ താലിബാൻ ഈ ഡ്യൂറൻ ലൈനുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം വഷളായതോടുകൂടി പാകിസ്ഥാനെ കയറി ആക്രമിക്കുകയാണ്. അവരുടെ 8 സൈനിക പോസ്റ്റ് തകർത്തു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉള്ളിലേക്ക് അവർ കയറി എന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ പാകിസ്ഥാന് ചെയ്യാൻ പറ്റുന്നത് ഈ വ്യോമാക്രമണമാണ്. കാരണം കരയുദ്ധം നടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് പാകിസ്ഥാനോട് കിടപിടിക്കാൻ അഫ്ഗാനിസ്ഥാന് കഴിയും. സൈന്യബലമൊക്കെ പാകിസ്ഥാന് കൂടുതലായിരിക്കാം. പക്ഷേ അവിടെ സാമ്പത്തികമായിട്ട് അവർ വളരെ ഒരു ദുഷിച്ച കാലാവസ്ഥയിലൂടെ കടന്നു വന്നു. അതുകൊണ്ട് ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവല്ലേ? അല്ല, അങ്ങനെയല്ല ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ താലിബാൻ എന്ന് പറഞ്ഞാൽ അവരെ അടിച്ചാൽ അവർ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ആ യുദ്ധവീര്യമാണ് അവരിൽ അടങ്ങിയിരിക്കുന്നത്.
ഈ തെഹ്രീക്ക് റീജിയനിലുള്ള എല്ലാവർക്കും ഉള്ള ആ ഗോത്ര പാരമ്പര്യം, പല ഗോത്രങ്ങളുണ്ട് അതിൽ, അതെ. അവരെല്ലാം കൂടി ഇപ്പോൾ ഒന്നിച്ചിട്ട് ആ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധം, നയതന്ത്ര തലത്തിലുള്ള യുദ്ധമല്ല, ഇത് ഗറില്ല വാർഫെയറാണ്. അതിലാണ് അവർ എക്സ്പെർട്ടൈസ് നേടിയിട്ടുള്ളത്. വിയറ്റ്നാമിന് നേരെ ഇതുപോലെ ഒരുപാട് വിമാനങ്ങൾ അമേരിക്കയുടേത് പറന്നല്ലോ, ഓറഞ്ച് ഏജൻറ്റ് പോലുള്ള ഒരുപാട് ബോംബുകൾ വീണല്ലോ, അവസാനം അമേരിക്കയ്ക്ക് അവിടുന്ന് തിരിഞ്ഞോടേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ എല്ലാവിധ നാറ്റോ സഖ്യങ്ങളുടെയും പിന്തുണയുണ്ടായിട്ടും സാധനങ്ങൾ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞ് ഓടേണ്ടതായിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാനും ഇവരോട് അധികകാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ്, ഇപ്പോൾ സൈനികമായിട്ടും തകരാൻ പോവുകയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ 45 പട്ടാളക്കാരെ തീരെ ചെറിയൊരു രാജ്യം കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇതുമാത്രമല്ല, ഏതാണ്ട് 22ഓളം പട്ടാളക്കാരെ സൈനികരായിട്ട് ബന്ദികളായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ച് വിലപേശാൻ കഴിയും അവർക്ക് നാശനഷ്ടം ഉണ്ടാക്കുമെന്നുള്ള ഭീഷണി, പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലാവും. അതുപോലെ തന്നെ പ്രധാനമാണ് ഇവർക്ക് ഇവരുടെ ആയുധങ്ങളൊക്കെ നശിപ്പിച്ചെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ആയുധങ്ങളെല്ലാം കൊണ്ടുവന്ന് മലമടുക്കുകളിൽ, അവിടുത്തെ ഗുഹകളിൽ ഒക്കെ ഒളിച്ചു വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ശരിക്കും പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ ഭൂമിശാസ്ത്രം ശരിക്കും അറിയാവുന്നവരാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 കോടിയോളം അഫ്ഗാനിസ്ഥാൻകാർ ഡ്യൂറൻറ്റ് ലൈൻ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. താലിബാൻ ഈ തെഹ്രീക്ക് താലിബാൻ്റെ മേഖലകളിൽ ഈ 6 കോടി പേരും അവിടുന്ന് വിട്ടുപോകണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. സാധ്യമായ കാര്യമല്ല. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ തന്നെ പട്ടിണിയാണ്. ഇന്ത്യയാണ് ഭക്ഷണം കൊടുക്കുന്നതും വേണ്ട ഭക്ഷ്യവിഭവങ്ങൾ കൊടുക്കുന്നതും. അത് അസാധ്യമായിട്ടൊരു കാര്യമായതുകൊണ്ട് ഇത് ഞങ്ങൾ ഡ്യൂറൻറ്റ് ലൈനിനെ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ നിലപാട്. അപ്പുറത്തുള്ളവരും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത് ജീവിക്കുന്നവരാണ്. ഇത് വലിയൊരു തർക്കമാണ്, ഒരിക്കലും തീരാത്ത ഒരു തർക്കം തന്നെയാണ്. ഖത്തർ ഇടപെട്ടിട്ടും തർക്കം തീർന്നിട്ടില്ല. ഇവിടെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്, ഡ്യൂറൻറ്റ് ലൈനിൻ്റെ അപ്പുറത്ത് ഒരൊറ്റ സിവിലിയനെ പോലും ഈ താലിബാൻകാർ കൊന്നിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻകാർ വന്ന് കൊന്ന് ടാർഗറ്റുകൾ വെച്ചിരുന്നെങ്കിലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ 22-ലധികം സിവിലിയൻസ്, കുട്ടികളും സ്ത്രീകളും ഉണ്ട്, അവരെ കൊന്നിരിക്കുന്നു. ഇന്ത്യ അതിശക്തമായിട്ട് ആ ഒരു കാര്യം പിടിച്ചുകൊണ്ടാണ് പാകിസ്ഥാനെ അപലപിച്ചിരിക്കുന്നത്. സിവിലിയൻസിനെ കൊന്നതിനെ ഞങ്ങൾ വളരെ ശക്തമായി അപലപിക്കുന്നു. ഇന്ത്യ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുകയാണ്, പക്ഷം പിടിച്ചിരിക്കുകയാണ് താലിബാൻ്റെ പക്ഷം. ഇതൊരു തീവ്രവാദ ആക്രമണമായിട്ട് ഇന്ത്യ കണക്കാക്കുന്നില്ല, മറിച്ച് ഒരു പോരാട്ടം, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സിവിൽ റൈറ്റ്സിന് വേണ്ടിയും സിവിലിയൻസിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവർ യുദ്ധമാണെന്ന താലിബാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പറഞ്ഞത്, ഇതൊരു ഓപ്പൺ വാറാണ് എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ്റെ പ്രതിരോധ കാര്യമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധമാക്കി മാറ്റിയ അദ്ദേഹമാണ്. യുദ്ധമാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു പ്രഖ്യാപനം, നിങ്ങളോട് യുദ്ധത്തിന് വരിക, അങ്ങനെ ഒരു പ്രഖ്യാപനവും കൂടാതാണ് അതിൻ്റെ അവസാന യാമത്തിൽ കൊണ്ടുവന്ന് ഒരു ആക്രമണം നടത്തിയത്. അപ്പോൾ അത് യുദ്ധ നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും താലിബാൻ എന്ന് പറയുന്ന ഭയക്കേണ്ട ഒരു വിഭാഗം ജനങ്ങൾ തന്നെയാണ്. അവരുടേതെന്ന് പറഞ്ഞാൽ ഗറില്ല വാർഫെയറാണ്. അതൊരിക്കലും അവസാനിക്കാത്ത രീതിയിലുള്ള വാർഫെയറാണ്. നമുക്കറിയാവുന്നതുപോലെ ഹിമാലയത്തിൻ്റെ മടിത്തട്ടും അതുപോലെയുള്ള ദുർഗമമായ ചുരങ്ങളുമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ആകാശത്തിൽ ഇവർക്ക് എയർക്രാഫ്റ്റ് ഇല്ല എന്നുള്ളത് നേരാണ്. ഏതാണ്ട് 6 എയർക്രാഫ്റ്റോ മറ്റോ ആണ് ഇവർക്ക് ആകെപ്പാടെ ഉള്ളത്. പാകിസ്ഥാൻ അതേസമയം 6000 ഫങ്ഷണലായിട്ടുള്ള എയർക്രാഫ്റ്റ് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു താരതമ്യമേ ഇല്ല. പക്ഷേ ആകാശത്തിൽ കൂടി പോകുന്ന വിമാനങ്ങളെ റോക്കറ്റും ഷെല്ലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ തകർക്കുന്നത്. ആ രീതിയിലുള്ള വാർഫെയർ അവർക്ക് മലമടക്കുകളിൽ ഇരുന്നുകൊണ്ട് ചെയ്യാനാവും. ഇവരെ മറിച്ചൊന്നും ചെയ്യാനും പറ്റില്ല. പർവ്വതങ്ങൾ അവരെ സംരക്ഷിക്കും. പർവ്വത പോരാളികളാണ് അവർ. വളരെ മിലിറ്റൻ്റ് ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും എന്നാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്. അവരൊരിക്കലും ഗോത്രവർഗ പാരമ്പര്യമുള്ള DNA ആണ് അവരുടേത്. അവരൊരിക്കലും കീഴടങ്ങാൻ പോകുന്നില്ല എന്നുള്ളതും, ഇന്ന് വരെ കീഴടങ്ങിയിട്ടില്ലല്ലോ താലിബാൻ. എത്ര നാശം വിതച്ചാലും അവർ കീഴടങ്ങുകയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു മനഃശാസ്ത്രവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് കറക്റ്റ് ചെയ്യാൻ, 400 കോംബാറ്റ് എയർക്രാഫ്റ്റാണ് പാകിസ്ഥാനുള്ളത്. ഇവർക്കാണെങ്കിൽ 6 കോംബാറ്റ് എയർക്രാഫ്റ്റും 23 ഹെലികോപ്റ്റേഴ്സും മാത്രമാണുള്ളത്. ഇതൊരു താരതമ്യമില്ലാത്തതാണ്. പക്ഷേ ഇത് അവരുടെ സമരവീര്യത്തെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. പാകിസ്ഥാനെ തകർക്കാനുള്ള സമരവീര്യം അവർക്കുണ്ട്. അതുതന്നെയാണ് താങ്കൾ പറഞ്ഞ പോലെ 9 പോസ്റ്റ് എന്നാണ് ഞാൻ ഒരു കണ്ടത്. വ്യത്യാസം 9 പോസ്റ്റുകൾ തകർത്തു. പിന്നെ 22 പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുവന്നു. 43 പേരെ കൊന്നു.
അത് നിസ്സാര കാര്യമല്ല. അല്ല, അവർ 50-55 പേരൊക്കെ പറയുന്നുണ്ട്. കണക്കുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. മാറും. അപ്പൊ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മരണം ഉണ്ടാകുന്നു. ഒരു കുടുംബത്തിൽ 18ഓളം പേർ വരെ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സിവിലിയൻസ്, കുട്ടികൾ ഇവരൊക്കെ കൊല്ലപ്പെടുന്നു എന്നുള്ള. കാരണം യുദ്ധത്തിൽ പിന്നെ നിയമങ്ങളില്ലല്ലോ. അവിടെ കൊന്നു തീർക്കുക, തിന്നു തീർക്കുക എന്നുള്ള രീതിയിലല്ലേ. ആ രീതിയിൽ വ്യോമാക്രമണം പാകിസ്ഥാൻ ശക്തമാക്കിയാൽ ഒരുപക്ഷെ ഈ പറയുന്ന താലിബാനും ബാഹ്യമായ ചില സഹായങ്ങൾ കിട്ടാം. അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്നാകാം, റഷ്യയുടെ ഭാഗത്തുനിന്നാകാം, ചൈനയുടെ ഭാഗത്തുനിന്നാകാം. അപ്പോൾ പാകിസ്ഥാൻ അങ്ങനെ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ തളരുന്ന ഒരു രാജ്യമല്ല അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ കത്തിച്ച് തീർക്കാൻ രണ്ടും കൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ ഇറങ്ങിയാൽ പാകിസ്ഥാനികൾക്ക് ഓടി രക്ഷപ്പെടുകയെ മാർഗം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനെ ഒരു ശക്തിയായിട്ട് അംഗീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ. അതുകൊണ്ടാണല്ലോ താലിബാൻ വന്നപ്പോൾ 2022 ഞങ്ങൾ ഒരേ രക്തമാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാട്ടത്തിന് വേണ്ടിയിട്ട് വന്നത്. ഇപ്പോൾ തിരിച്ചടി. ദേ ആർ ഹാവിങ് എ ടേസ്റ്റ് ഓഫ് ദെയർ ഓൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അത് പോയിരിക്കുന്നത്. ഒരനന്തമായ യുദ്ധത്തിലേക്കായിരിക്കും കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയില്ല ഒരിക്കലും. ആ ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയത്തിനും അവകാശമില്ല. നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടം പാകിസ്ഥാൻ്റെ നിത്യ തലവേദനയായി. നമ്മൾ കാശ്മീരിൽ എന്താണോ അനുഭവിച്ചത് അതാണിപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഈ പ്രവിശ്യയിൽ അനുഭവിക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു രസവഹമായ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഖാജ മുഹമ്മദ് അസീഫ് ഒരു കാര്യം പറഞ്ഞു. താലിബാൻ ഇപ്പോഴാണ് അങ്ങനെ ഓർക്കുന്നത്. താലിബാൻ സ്ത്രീകൾക്ക് അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നില്ല. വിമൻസ് റൈറ്റ്സ് ഇവർ കുറേ അനുവദിച്ചു കൊടുക്കുക. പിന്നെ മലൗല യൂസഫിൻ്റെ തലയെ വെടിവെച്ചുകാരാ നിങ്ങളുടെ രാജ്യത്തുള്ളവരല്ലേ? നിങ്ങളെന്താ അവകാശം? ബേനസീർ ഭൂട്ടോനെ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് വെച്ച് തന്നെ വെടിവെച്ച് കൊന്നാരാ? അവിടുത്തെ നിങ്ങളുടെ യാഥാസ്ഥിതികരല്ലേ? അവർ തന്നെയാണ് നിങ്ങളുടെ തീവ്രവാദികൾ. നിങ്ങൾ കൊടുക്കുന്ന പാലൂട്ടി വളർത്തുന്ന വിഷസർപ്പങ്ങൾ അവരാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളും മോശമൊന്നുമല്ല കാര്യത്തിൽ. അവർ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞ് അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുമ്പോൾ നിങ്ങൾ ഒരു വിരൽ നിങ്ങളുടെ നേർക്ക് തന്നെ ചൂണ്ടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.